എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് രുചികരമായിട്ടുള്ള ഒരു ചൈനീസ് ഡിഷാണ് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യാറുള്ള ഡ്രാഗൺ ചിക്കൻ ആണ് ഇന്നത്തെ റെസിപ്പി. അത് ഡ്രാഗൺ ചിക്കൻ നമ്മൾ വീട്ടിലുണ്ടാക്കാനായിട്ട് ഒത്തിരി മടിയായിരിക്കുമല്ലോ, ഒത്തിരി പാടാണെന്ന് വിചാരിക്കും. എങ്കിലും പെട്ടെന്നുള്ള രീതിയിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഡ്രാഗൺ ചിക്കൻ തയ്യാറാക്കാം. അപ്പോൾ അതുപോലുള്ളൊരു രുചികരമായിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കാൻ ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഡ്രാഗൺ ചിക്കന് ഞാനിപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ചിക്കൻ നമുക്ക് ഇതുപോലെ നൈസായിട്ട്, വളരെ നൈസായിട്ടാണ്, നീളത്തിനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതുപോലെ ചെറിയ കട്ടി കുറഞ്ഞ് നല്ല നീളത്തിന് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്, അല്ലെങ്കിൽ ബെൽ പെപ്പർ എന്ന് പറയും. അത് ഞാനിപ്പോൾ 2 കളർ എടുത്തിട്ടുണ്ട്, റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. അത് ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തതാണ് കേട്ടോ, വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. 2 മുട്ട വേണം. പിന്നെ ഒനിയൻ വേണം. ഒനിയന് 2 ഒനിയനാണ്, അതായത് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രീതിയിലാണെങ്കിൽ പെറോട്ടോടൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇച്ചിരി ഒനിയൻ വേണമെങ്കിൽ കൂടുതൽ നമുക്ക് എടുക്കാം, ഒരല്പം ഗ്രേവിയൊക്കെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ഒനിയൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാഷ്നട്ട് വേണം. അതുപോലെ പൊടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറിനേറ്റ് ചെയ്തപ്പോൾ കാണിക്കാം. ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സോയ സോസൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് മതി കേട്ടോ, ഒരുപാട് വേണ്ട. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് കേട്ടോ. ചില്ലി സോസൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം എരിവ് ചേർക്കാനായിട്ട്. ഇനി ഒരു വലിയ സ്പൂണ് കോൺഫ്ലവർ ആണ്. ഇനി ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു വലിയ സ്പൂണിലാണെന്നുണ്ടെങ്കിൽ 1.5 സ്പൂൺ ചേർക്കാം, ചെറുതിലാണെങ്കിൽ 2 സ്പൂൺ ചേർക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇപ്പോൾ 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ മൈദ, ഒരു വലിയ സ്പൂണ് മൈദ. നമുക്കിതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരിഞ്ഞെടുക്കാം കേട്ടോ. അതുപോലെ മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും മുട്ടയും അതുപോലെ ഈ നമ്മളിട്ട മാവെല്ലാം നന്നായിട്ട് കോട്ടിങ് ആയി കിട്ടണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഒരുപാട് നേരം വെക്കുകയൊന്നും വേണ്ട. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത് കേട്ടോ. മുട്ട ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് കോട്ടായി കിട്ടും. നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഒരുപാട് നേരം ഇത് വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത് കേട്ടോ. നമ്മളിത് വറുത്ത് കോരാൻ ആവശ്യമുള്ള ഓയിൽ നന്നായിട്ട് ചൂടാകണം. അതിന് ശേഷം വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചിക്കൻ ഇങ്ങനെ പറക്കി ഇട്ട് കൊടുക്കുകയാണ്, ഓരോന്നായിട്ട് കേട്ടോ. അതുപോലെ ഒന്നിച്ച് മിക്സ് ചെയ്തിടരുത്, കാരണം നമ്മുടെ ഈ കോട്ടിങ് കാരണം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് വറുത്ത് കോരുക, അതാണ് എളുപ്പം. ചിക്കൻ ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. നന്നായിട്ട് പൊരിയണം കേട്ടോ, അകമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. ചിക്കൻ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഇതുപോലെ നന്നായിട്ട് അകം നന്നായിട്ട് വേണം കേട്ടോ. അതേ രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ ചിക്കൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ മുഴുവനായിട്ട് വറുത്ത് കോരി. ഇനി മറ്റൊരു പാനിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതേ ഓയിൽ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ചിക്കൻ വറുത്തെടുത്ത് ആ ഓയിൽ കുറച്ച് ഒഴിച്ചാൽ മതിയാകും. ഇനി ആ ഓയിൽ നന്നായിട്ട് ചൂടായി കിടക്കുകയാണല്ലോ, അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, അത് ഇപ്പോൾ ഒരു 4 സ്പൂണോളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ചിട്ട് ഒരല്പം കൂടുതൽ കിടന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂക്കണം. അതുപോലെ അതേ സെയിം സമയത്ത് നമുക്ക് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും അതുപോലെ തന്നെ ചെറുതായിട്ട് നുറുക്കിയതാണ്. ഇഞ്ചിയും ഒരു 2 സ്പൂണോളം ഉണ്ട്, അതും ചെറുതായിട്ട് നുറുക്കിയ ഇഞ്ചിയാണ്. ചിലതിലാണെങ്കിൽ ഇഞ്ചി ചേർക്കുന്നില്ല, പക്ഷേ ഇഞ്ചി ചേർത്തപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഇഞ്ചി ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട്
ഒന്ന് ബ്രൗൺ നിറം ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കരിയരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതിയാകും. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ഒരു മണം ഒന്ന് മാറി കിട്ടണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവാളയാണ്. ഞാനിപ്പോൾ 2 സവാളയാണ് എടുത്തത്. അത് ചെറുതായിട്ട് ഒന്ന് കൊത്തി നുറുക്കിയതാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതേ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് വാടിയല്ലോ, അപ്പോൾ അതിൻ്റെ മണമെല്ലാം മാറി. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണ് ചില്ലി ഫ്ലേക്സ് അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് സോയാ സോസ് ചേർക്കാം. അപ്പോൾ 2 സ്പൂണ് സോയാ സോസ്, ഇനി 1 സ്പൂണ് ചില്ലി സോസ്. ഇപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ സ്പൈസി ഉള്ളതാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂണ് ചില്ലി സോസ് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂണ് കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉണ്ടോ, കെച്ചപ്പ് കൂടെ ചേർത്തു എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സമയം ആക്കുമ്പോൾ ഉണ്ടോ ഇതിന് നല്ലൊരു കളറാണ്. ഇപ്പോൾ ഞാൻ ചേർത്തത് ഡാർക്ക് സോയാ സോസ് ആണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറുകളൊന്നും ചേർക്കേണ്ടി വരുന്നില്ല. നല്ലൊരു ഭംഗിയുള്ളൊരു കളറായി. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാകണം. ഈ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വരണം. ഈ നമ്മൾ ഒഴിച്ച സോസിൻ്റെ ഒക്കെ ഒരു കുത്തുമണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറണം. അതുവരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ ഇടുക കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടുക. നന്നായിട്ടൊന്ന് എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടോ, ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂണ് ചൂടുവെള്ളം, നല്ല തിളച്ച് കിടക്കുന്നതാണ്, കെറ്റിലിൽ ചൂടായി കിടന്ന വെള്ളമാണ്. ഇനി അതുകൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ വെള്ളത്തിൻ്റെ ഒരു ആ ടേസ്റ്റൊന്നും നമ്മുടെ ഈ സോസിൽ നിൽക്കാൻ പാടില്ല, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 1-2 മിനിറ്റ് ഇളക്കിയാൽ മതിയാകും, ഒന്ന് തിക്കായി വരും. ഇപ്പോൾ കണ്ടോ ഓയിലെല്ലാം നന്നായിട്ട് തെളിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചൂടുവെള്ളം ചേർത്തത് കൊണ്ട് തന്നെ ഓയിൽ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്കിപ്പോൾ ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് ഞാൻ ചിക്കൻ വറുത്തെടുത്തപ്പോൾ അതേ ഓയിലിൽ തന്നെ കാഷ്നട്ട് വറുത്തെടുത്തതാണ്. ഞാനിപ്പോൾ ഒരല്പം കൂടുതൽ ഇടുന്നുണ്ട്, കാഷ്നട്ട് ആയതുകൊണ്ട് എനിക്ക് ഇത്തിരി ഇഷ്ടമായതുകൊണ്ട് ഫ്രൈ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനാണെങ്കിൽ ചേർക്കാം കേട്ടോ. ഒരു 5-10 കാഷ്നട്ട് ചേർത്താലും മതിയാകും. കാഷ്നട്ടിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സമയമാകുമ്പോൾ ഉപ്പ് നോക്കുക, സോസിലൊക്കെ ഉപ്പുണ്ട്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ടേസ്റ്റ് നോക്കിക്കോട്ടെ ഉപ്പ് ഉണ്ടോയെന്ന്. ഇപ്പോൾ എനിക്കൊരല്പം ഉപ്പ് ആവശ്യമുണ്ട്, അപ്പോൾ ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അല്പം ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കളർ ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം, കാരണം റെഡും ഗ്രീനും കൂടെ ആകുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകുക. അതേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ റെഡും ഗ്രീനും ആണ് കുറച്ചുകൂടെ നല്ലത്. ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഒന്ന് വാടിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ചിക്കൻ ചേർത്തിട്ട് ഒരുപാട് നേരിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാകും. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മളിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. 1 പിടിയോളം ഉണ്ട് സ്പ്രിംഗ് ഓണിയൻ ചേർത്തു. ഇനി നിങ്ങളുടെ കയ്യിൽ വൈറ്റ് എള്ളുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. വൈറ്റ് എള്ളില്ലെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. പക്ഷേ വൈറ്റ് എള്ള് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ചെറുതായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെളുത്ത എള്ള് അതുകൂടെ ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുത്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് മറ്റൊരു ഡിഷിലേക്ക് മാറ്റാം. ഉണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രാഗൺ ചിക്കൻ ആണ് കേട്ടോ. ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കേണ്ട, നമുക്ക് വീട്ടിലും തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു ഡിഷാണ്.
അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാം. ആ ചിക്കൻ ഒന്ന് വറുത്തെടുക്കുന്നതിൻ്റെ ആ ഒരു സമയമുള്ളൂ കേട്ടോ. ബാക്കി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു ചൈനീസ് ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറക്കാതെ ബെല്ലൈക്കൻ അമർത്തിയെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.